അപ്പോൾ ഇന്ന് നമ്മൾ ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ താഴെ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു ബൗൾ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ എടുത്ത വിപ്പിംഗ് ക്രീം നല്ല തണുത്ത വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഞാനൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മെൽറ്റായി ചെറിയൊരു ചൂട് ആകുന്നത് വരെ. ചെറിയൊരു ചൂടായതിന് ശേഷമാണ് നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഗനാഷ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെറിയ ചൂടൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യാം. ഡയറി മിൽക്കൊക്കെ പെട്ടെന്ന് അവൈലബിൾ ആകുന്ന ചോക്ലേറ്റാണ്. അങ്ങനത്തെ ചോക്ലേറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം അത്യാവശ്യം ചൂടായതിൻ്റെ പേരിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചോക്ലേറ്റ് ഇതിൽ നിന്ന് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് വിപ്പിംഗ് ക്രീം ചൂടാവാതെ നമ്മൾ ചോക്ലേറ്റ് ഇതിലേക്ക് ചേർക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിൽ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് അതങ്ങിരിക്കും. ഒലിച്ച് പോയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കേക്കിൽ നിന്ന് ഒലിച്ച് പോകുന്ന ഒരു പരിവാകില്ല. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇത് ചോക്ലേറ്റ് ഗനാഷ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് നല്ല തിക്കായിട്ട് പോകും. അപ്പോൾ നിങ്ങൾ കേക്കിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മുടെ വാൻചോ കേക്കൊക്കെ തയ്യാറാക്കുന്ന അതുപോലെ ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് ഒഴിക്കാനാണെങ്കിൽ നിങ്ങൾ ഈ ബൗള് ആ ചൂടുള്ള വെള്ളത്തിന് മുകളിൽ തന്നെ അങ്ങ് പ്ലേസ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്ന ഒരു 5 മിനിറ്റ് മുന്നേ പുറത്ത്, അതായത് ഈ ചൂടുവെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. അല്ലാതെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചാൽ നല്ല സെറ്റായിട്ട് പോവും, നല്ല ഹാർഡായിട്ട് മാറും. അപ്പം നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ എടുക്കുന്ന ബൗള് ഒട്ടും നനവുണ്ടാവാൻ പാടില്ല. നനവുണ്ടായാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഗ്ലേസിങ്ങിനായിട്ട് വേണമെങ്കിൽ ബട്ടറൊക്കെ ഇതിൽ എക്സ്ട്രാ ചേർക്കാം. പക്ഷേ ബട്ടർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഗനാഷ് തയ്യാറാക്കാനായിട്ട്. അല്ലാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. ബട്ടർ ചേർത്താൽ മോശമാവും എന്നല്ല, നന്നായിരിക്കും, പക്ഷേ നിർബന്ധമില്ല. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചോക്ലേറ്റ് എത്ര പെട്ടെന്ന് മെൽറ്റായി വന്നതെന്ന്. ഇനി ഞാനിത് കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്